ഹായ് ഹലോ, അങ്ങനെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനി അനാമികനെയാണ് വിവാഹം കഴിക്കുക എന്ന് പലരും ചോദിച്ചിട്ടോ. ശരിക്കും മറ്റെല്ലാ ലാംഗ്വേജിലും അനി അനാമികയെ തന്നെയാണ് വിവാഹം കഴിക്കുന്നത്. എങ്കിൽ മാത്രമേ കഥ അങ്ങനെ ഒരു ബഹളവും അടിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ നന്ദുവിനെ വിവാഹം കഴിച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലും ചെറിയ അടിയും ബഹളമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെങ്കില് അതില് ഒരു ട്വിസ്റ്റോ ഒരു ഇതൊന്നും കാണില്ലാത്തത് തന്നെയാണ് അനാമികനെ കൊണ്ട് തന്നെ അനിയനെ വിവാഹം കഴിപ്പിക്കുന്നത്. അങ്ങനെ വിവാഹ സമയത്ത് തന്നെ നന്ദുവിനും അനിയും തമ്മിൽ പരസ്പരം ഇഷ്ടമാണെന്ന കാര്യം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ മുത്തശ്ശിന് കൊടുത്ത വാക്കും ജാനകിയുടെ ദേഷ്യവും എല്ലാം കൊണ്ടും തന്നെ അനിയുടെയും അനാമികയുടെയും വിവാഹം കഴിയാണ്. അങ്ങനെ അനിയും അനാമികയും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് അനിയുടെ വീട്ടുകാരും നന്ദുവിന്റെ വീട്ടുകാരും എല്ലാരും കാണൂട്ടോ. നന്ദു മാത്രമേ കാണില്ല, ബാക്കി എല്ലാവരും കാണും. അങ്ങനെ ആരതി കഴിഞ്ഞ് അവളെ അകത്തേക്ക് സ്വീകരിക്കേണ്ട ഒരു സമയമാണ്. ആ ഒരു സമയത്ത് അനാമിക പറയുന്നുണ്ട്, നയനയാണ് ആരതി കഴിഞ്ഞെങ്കിൽ ഞാൻ ഈ വീട്ടിലേക്ക് കയറില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ജാനകി പറയാണ്, അതെ എന്റെ മോള് പറഞ്ഞതന്നെ ശരി, അവള് ആരതി കഴിഞ്ഞ് കയറ്റണ്ട, ഇവളെപ്പോലൊരു കള്ളി ഈ ലോകത്തെങ്ങുമില്ല. ഇവൾ ആരതി കഴിഞ്ഞ് പ്രാഗിക്കൊണ്ടായിരിക്കുമ്പോ മോളെ അകത്തേക്ക് കയറ്റുക, അതുകൊണ്ട് ഞാൻ തന്നെ അവളെ അകത്തേക്ക് കയറ്റിക്കോളാന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശിയൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ജാനകി സംഭവിച്ചത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ, നയനമോൾ ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ, അപ്പൊ അവളല്ലേ ആരതിയെ സ്വീകരിക്കണമെന്ന് പറയുമ്പോ വേണ്ടമ്മേ, എന്റെ മരുമകളെ ഞാൻ ആരതിയെ സ്വീകരിച്ചോളാം എന്നൊക്കെ പറയാണ്. ഈ സമയം ആദർശ് ആ വീണനോട് പറയാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു, എന്റെ ഭാര്യയല്ലാതെ മറ്റൊരാള് ആരതി എടുക്കാണെന്നുണ്ടെങ്കിൽ അനാമിക വീട്ടിലേക്ക് കയറില്ല, ഇത് ആദർശിന്റെ ഉത്തരവാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേണു ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം വേണുന്റെ സാമ്പത്തിക തട്ടിപ്പിന്റെ കാര്യങ്ങളൊക്കെ ആദർശ് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ അടുത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ വേണു പറയാണ് മോളെ ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്ക്, മോൾ എങ്ങനെയാണ് അനന്തപുരത്തിനാട്ടിൽ കാല് കുത്തണം, എന്റെ ആഗ്രഹമാണത്, അതുകൊണ്ട് മോള് ആരെങ്കിലും ആരും വീഴട്ടെ, മോൾ വലതുകാല ചകത്തേക്ക് കയറിനൊക്കെ ശേഷം അവന്മാരുണ്ടാക്കി കൊടുത്താൽ മതി എന്നൊക്കെ വേണു പറയുന്നുണ്ട്. ഈ സമയത്ത് രേവതി ചോദിക്കാണ്, എന്താ മനുഷ്യൻ നിങ്ങൾ പറഞ്ഞത്? അവളെ കൊണ്ട് ആരതി ഏൽപ്പിക്കാനോ? എല്ലാത്തിനും കാരണക്കാരിയെ അവളാ. നമ്മളുടെ മോളെ എങ്ങനെയും ഒഴിവാക്കി അവളുടെ അനിയത്തി വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുകയല്ലായിരുന്നു അവള്, എന്നിട്ട് അവളെ കൊണ്ട് തന്നെ വേണോ ഇതൊക്കെ? നീ ഒന്നും ഉണ്ടായിരിക്കും രേവതി, ഞാൻ പറഞ്ഞു കേട്ടാ മതി. മോള് ചെന്ന് ആരതി ഒഴിഞ്ഞിട്ട് വാ, മോൾ അകത്തേക്ക് കയറുന്നു പറയാണ്. ഈ സമയത്ത് വേണു പറഞ്ഞിട്ടുണ്ട്, നയനമോളെ മോൾ ആരതി ഒഴിഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാളെ മനം മാറ്റുന്നുണ്ട്. എല്ലാവരും ഷോക്കാവുന്നുണ്ട്. എന്തു പറ്റി? ആദർശിക്ക് വാക്ക് പറഞ്ഞപ്പോ തന്നെ അയാൾ പേടിച്ച് മോളെ കൊണ്ട് ആരതി ഒഴിയാൻ സമ്മതിപ്പിച്ചല്ലോ എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട്. അങ്ങനെ അവള് നയനയും നവ്യങ്ങൾ വന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞ് പൊട്ടൊക്കെ തെളിയിച്ച് അവളെ അകത്തേക്ക് കയറ്റിവിടുന്നുണ്ട്. അങ്ങനെ അനാമികയും അനിയും കൂടിയിട്ട് വലതുകാലം വെച്ച് അനന്തപുരിലേക്ക് പ്രവേശിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നയനെ അങ്ങോട്ട് വിളിച്ചിട്ട് മാറ്റി നിർത്തിയിട്ട് നവ്യ പറയുന്നുണ്ട്, എടി കണ്ടില്ലേ, വന്ന് കേറിയപ്പത്തിനുള്ള അഹങ്കാരം കണ്ടില്ലേ, നീ ആരതി കഴിഞ്ഞാല് അവള് കയറില്ല പോലും, അവൾ ആരാന്ന് അറിഞ്ഞില്ലേ, അവൾക്ക് എന്തൊക്കെയോ കഴുത്തുന്നുണ്ട്, അതൊക്കെ വൈകാതെ നമ്മുടെ മുമ്പിൽ തെളിയും. എന്റെ ചേച്ചി അവന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ അനിയുടെ വൈഫ് അവള്, ഇനിയിപ്പൊ അത് മാത്രം നമ്മൾ കരുതിയാൽ മതി. നമ്മളെ നന്ദു കാണിച്ച ഒരു തെറ്റിന്റെ പേരില ഇത്രയൊക്കെ നമ്മൾ അനുഭവിക്കുന്നു വന്നത്. അവളുമാർ നമ്മളെ പറയുന്നതിലും തെറ്റൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ചേച്ചി ഒന്നും വിഷമിക്കണ്ട, വാ നമുക്ക് അകത്തേക്ക് കയറിപ്പോവാം. അങ്ങനെ പറഞ്ഞിട്ട് നയന അവളെയും കൂട്ടി അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. ഈ സമയത്ത് അനിയനെയും അനാമികയും കൂടിയിട്ട് എല്ലാവരും ഹാളില് ഒരു സോഫയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. വന്നിട്ട് പറയാണ്, എല്ലാവർക്കും ഈ സന്തോഷകരമായ നിമിഷത്തില് നമുക്ക് പായസമൊക്കെ വെക്കാന്ന് പറയുമ്പം അങ്ങനെ പായസമൊക്കെ നയനെ കൊണ്ടുവരുന്നുണ്ട്. പാലും വെള്ളമൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാലും വെള്ളവും കൊടുക്കുന്ന സമയത്തൊക്കെ അനാമിക ദേഷ്യത്തിലിരുന്ന നയനെ നോക്കുന്നത്. നയന പക്ഷെ അവളെ സിമ്പിളായിട്ട് നോക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഒരു നവ്യം ആദർശം ശ്രദ്ധിക്കുന്നുണ്ട്. ആദർശം മനസ്സിൽ പറയാണ്, ഇവളെന്തായാലും എന്റെ അനിക്ക് പറ്റിയ അബദ്ധം തന്നെയാണ് തോന്നുന്നത്, അനി പലതവണ പറഞ്ഞതാ അവളുടെ സ്വഭാവം ശരിയെന്ന്, ഇപ്പൊ ഏതാണ്ടൊക്കെ അത് ഉറപ്പായ രീതിയിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശം മനസ്സിൽ കരുതാണ്. ഈ സമയത്ത് നയന അപ്പോൾ അവള് ചെയ്യുന്നതും തന്നെ നയന മൈൻഡ് ചെയ്യില്ല കേട്ടോ. പായസമൊക്കെ കൊടുക്കുന്നുണ്ട്, പാലമ്പഴ കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് പായസമൊക്കെ അനാമിക തട്ടിമാറ്റി വെക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ ആദർശം കുടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു ഇഷ്യൂടെ കൂടിയിട്ട് തന്നെയാണ് ആ വീട്ടിലെ അനാമികയുടെ ജീവിതം ആരംഭിക്കുന്നത്. ആ സമയത്ത് ഒരു പുരോഹിതനെ വിളിച്ചിട്ട് മുത്തശ്ശി ശാന്തി മുഹൂർത്തത്തിനുള്ള ഡേറ്റ് കുറിപ്പിക്കാറ്. ആ സമയത്ത് പുരോഹിതൻ പറയുന്നുണ്ട്, എണ്ണി 40 ദിവസത്തേക്ക് ഇവർ തമ്മിൽ ദാമ്പത്യത്തിനൊന്നും പാടില്ല, ഞാൻ ഡേറ്റ് കുറിച്ച് തരാം, ആ സമയത്ത് മാത്രമേ ഇവർ തമ്മിൽ ആദ്യരാത്രി നടക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ ആദ്യം ഇവർ രണ്ട് ഫസ്റ്റ് നൈറ്റ് മുറിയിലേക്ക് പോവാണ്. ഈ ഫസ്റ്റ് നൈറ്റ് മുറി അലങ്കാരം ചെയ്യുന്നത് തന്നെ നയനയും ആദർശം വീട്ടായിരിക്കും കേട്ടോ. നയൻ നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്ത് ഭയങ്കര സൂപ്പറായിട്ട് ആ മുറി മൊത്തം ഒരുക്കാണ്. ആ സമയത്ത് ആദർശ് ഇങ്ങനെ നയനെ ഈ തട്ടുന്ന സമയത്തൊക്കെ നയനിങ്ങനെ മനസ്സിലോർക്കാണ്, ഈശ്വര ഇതുപോലൊരു മുറിക്കകത്ത് ഞാനും ആദർശനും ഇനി എന്നായിരിക്കും നന്നായി കഴിയാൻ സാധിക്കുക. ഇവിടെ കയറിയത് 1 വർഷമായി, ഇതുവരെ ഞങ്ങൾ തമ്മിൽ ഇതുപോലൊന്നും നടന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നയന ഓർത്തുകൊണ്ട് അവരൊരു റൊമാൻറ്റിക് സീനൊക്കെ നയനിങ്ങനെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം നയന തട്ടുവിളി ചോദിക്കുകയാണ് ആദർശ്, എന്താ നയന, എന്താ പറ്റിയേ, നിന്ന് സ്വപ്നം കാണുവാണ്? ഒന്നുമില്ല ആദർശിട്ടാ, നയനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവരുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത ശേഷം താഴേക്ക് പോകുന്നുണ്ട്. അനാമിക പോയിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, അമ്മേ എന്റെ മുറി അവൾ ഒരുക്കണ്ട, എനിക്കത് ഇഷ്ടമില്ല. ശരി മോളെ, ഞാൻ അവളോട് പറഞ്ഞേക്കാം. അങ്ങനെ ജാനകി പോയിട്ട് അവളോട് പറയാൻ വന്ന സമയത്ത് തന്നെ അവൾ ആ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഈ സമയത്ത് ജാനകി ചോദിക്കാണ്, നീ എന്തിനാടി ആ റൂം ഡെക്കറേറ്റ് ചെയ്തത്? അത് ചെറിയമ്മേ, സാധാരണ ഞാനും ആദർശില്ലേ എല്ലാം ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാറ്, അതുകൊണ്ടാ. ഇനി അങ്ങനെ വേണ്ട, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനേ ഇനിയിപ്പൊ എന്റെ മരുമകൾ വന്നു. നിന്റെ അമ്മായിമ്മനെ പറഞ്ഞു കേട്ടതാണല്ലോ, നിനക്ക് ഈ വീട്ടിൽ യാതൊരു വിലയില്ല, ഒരു സെർവന്റിന് വിലയുള്ളൂ. അതുകൊണ്ട് അടുക്കള ജോലി ബാക്കി തൂപ്പ് നിരപ്പൊക്കെ ചെയ്താൽ മതി, അല്ലാതെ മണിയറൊരുക്കാനൊന്നും നീ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ വളരെ അധികം ആക്ഷേപിച്ചിട്ട് ജാനകി പറയുന്നുണ്ട്. നയനെ കരഞ്ഞോണ്ട് അകത്തേക്ക് പോവാണ്. ഈ സമയത്ത് ആദർശ് ചോദിക്കാണ്, എന്താ ചെറിയ മീഞ്ഞാക്ക് തുടങ്ങുന്നത്? അതിന് അവൾ എന്ത് തെറ്റിയെന്നോ നിനക്കൊന്നും മനസ്സിലായില്ലേടാ? ആ കല്യാണം മണ്ഡപത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ നീ മറന്നുപോയോ? മറന്നുപോയിട്ടൊന്നുമല്ല ചെറിയമ്മേ, അവരുടെ ഭാഗത്ത് എന്താ തെറ്റ്? നന്ദും അനിയുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു, പരസ്പരം അവർ പ്രണയിച്ചു, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റില്ലേ? നന്ദനെ മാത്രം എന്തിനാ ചെറിയമ്മ കുറ്റം പറയണേ? നയനയാണെങ്കിൽ ഒരിക്കൽ പോലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെയുള്ള ശ്രമിച്ചതെങ്കിൽ അത് നേരത്തെ പറഞ്ഞ് ഈ വിവാഹം നടക്കി എപ്പോഴൊക്കെ നന്ദനെ കൊണ്ടാണ് ഈ വിവാഹം കഴിപ്പിക്കായിരുന്നു. അവൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. എങ്ങനെയെങ്കിലും അനാമികയും അനിയുമായിട്ടുള്ള വിവാഹം നടക്കാനാ അവളെ ശ്രമിച്ചത്, അതെനിക്കറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ചെറിയമ്മ അവളെ കുറ്റപ്പെടുത്തരുതെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആദർശ് എല്ലാവർക്കും അവളുടെ ഈ കള്ളക്കണ്ണീര് കണ്ട് അവളുടെ കാലത്തിൽ വീഴും, അതാ അവളുടെ ഒരു ടെക്നിക്ക്. അവളും അവളുടെ കുടുംബക്കാരെല്ലാം അങ്ങനെ തന്നെയാ. ഇപ്പൊ അവളുണ്ടല്ലോ, അവള് നിന്നെ ഇപ്പൊ പറഞ്ഞ് മയക്കിയിരിക്കുക, ആദ്യം നിനക്കാളും ഇഷ്ടമില്ലാന്നല്ലോ, ഇപ്പൊ അവളെ നിന്നെ എന്തൊക്കെ കാണിച്ച് മയക്കുന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ചെറുത് വിചാരിക്കുന്നതിലൊന്നുമില്ല, അവളെന്നെ മയക്കിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ സ്നേഹം കൊണ്ട് തന്നെയാ. യാഥാർത്ഥ്യ സ്നേഹം ആത്മാർത്ഥ്യമെല്ലാം അവൾ ഞാൻ കണ്ടതാ, അതുകൊണ്ട് തന്നെയാ. പക്ഷെ എന്റെ അനിമോന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഒരു നിമിഷം ജാനകിയോടും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അനാമിക ശരിക്കും എനിക്ക് ചേർന്ന പെണ്ണാണെന്നൊക്കെ ആലോചിക്കാണ്. എന്നിട്ട് അകത്തേക്ക് എനിക്ക് പറയുന്നുണ്ട്, മോളെ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അവള് വന്നിയ റൂമെല്ലാം അലങ്കാരം ചെയ്തു, എന്നോട് ക്ഷമിക്കണം മോളെ എന്ന് പറഞ്ഞിട്ട് ജാനകിയോടും ഇറങ്ങിപ്പോവാണ്. അപ്പോഴാണ് ഞാൻ മുറിയിലേക്ക് ഇങ്ങനെ മടിച്ചു കയറി വരുന്നുണ്ട്. അപ്പോഴേക്കും നാണം മുണിയ ഭാഗത്തിലൊക്കെ അവിടെ അനാമിക നിൽക്കാണ്. ഈ മുറിയൊക്കെ അവളാ അലങ്കരിച്ചെന്ന് നയന. അതിലിപ്പോ എന്താ കുഴപ്പം? ഏടത്ത് അവിടെ എന്ത് ഫംഗ്ഷൻ വന്നാലും നമുക്ക് അലങ്കരിക്കുക, അതിലിപ്പോ എന്താ പ്രശ്നം ചോദിക്കാണ്. അവൾ അലങ്കരിച്ചാല് എനിക്കത് ഇഷ്ടമില്ലെന്നും പറഞ്ഞിട്ട് മാലയും സ്ഥലവും മൊത്തം വലിച്ചു വരയ്ക്കാണ്. അനാമിക മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യണം. നയനേച്ച ഈ വീട്ടിലെ മൂത്ത മരുമകള്, ആ ഒരു സ്ഥാനം നയനച്ചിക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഈ വീട്ടിലെ എല്ലാ സ്ഥാനത്തിലും മുകളില് നയനച്ചിന്റെ സ്ഥാനം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഓഹോ, അതൊക്കെ നീ അങ്ങ് നോക്കിയാൽ മതി, എന്നെ കൊണ്ട് പറ്റില്ല. നയനയെ ഈ വീട്ടിലെ വെറും വേലക്കാരിയാണെന്ന് എന്റെ അമ്മായിമ്മയും വല്യമ്മയും ബാക്കി എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് എനിക്ക് മുമ്പോട്ട് പോയാൽ മതി. അവളെ എന്റെ വെറും സെർവന്റ് മാത്ര. നിനക്കറിയാലോ, കോടിക്കണക്കിന് സ്വത്തുക്കളായിട്ട് ഞാൻ വന്നിരിക്കുന്നത്, അല്ലാതെ അവന്മാരെ പോലെ ഒന്നുമില്ലാതെ വെറും കൈയോടെ കള്ളത്തിൽ കാണിച്ച് പറ്റിച്ചിട്ടൊന്നും അല്ല എന്നൊക്കെ അനാമിക പറയാണ്. അതുകൊണ്ട് തന്നെ ഈ റൂമിൽ കിടക്കാൻ എനിക്ക് തോന്നുന്നില്ല. അനി പറയുന്നുണ്ട്, നീ ഇവിടെ കിടക്കണ്ട, എങ്ങോട്ടെങ്കിലും പോയിക്കോ, ഞാനും കിടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനി ദേഷ്യപ്പെട്ട് മുറിന്ന് പുറത്തേക്ക് പോവാണ്. അനാമിക കഷ്ടം, എങ്ങനെയെങ്കിലും അവനെ വരുതിക്ക് കൊണ്ടുവരണം. നായന അവൾ അതിന്റെ ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട്. അപ്പോഴേക്കും അനാമികയുടെ അമ്മ വിളിക്കാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ, അമ്മ ഒരു പുരോഹിതൻ വന്നിരുന്നു, ശാന്തിമുഹൂർത്തം 1 മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞാ പറഞ്ഞേ. 1 മാസം കഴിഞ്ഞിട്ടോ? അതെന്തൊരു മുഹൂർത്തോ? സാധാരണ 5-6 ദിവസമൊക്കെ തള്ളി വെക്കാറുണ്ട്, ഇതെന്താ ഇങ്ങനെ? അറിയില്ലമ്മേ, ഇങ്ങനെയൊക്കെയാ പറയുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒന്നുകൂടി ഒരു പുരോഹിതനെ കണ്ടു നോക്കാം. പിന്നെ എങ്ങനെയെങ്കിലും അനിയുടെ സ്നേഹം പിടിച്ചു പറ്റണം. അതിനുള്ള സൂത്രമൊക്കെ നമുക്കറിയാലോ, അതുകൊണ്ട് എപ്പോഴും അവളെ സ്നേഹത്തോടെ പെരുമാറണം. അപ്പൊ ഇപ്പോൾ നമ്മൾ സംഭവിക്കുക അനാമിക അമ്മയോട് പറയുന്നുണ്ട്, എന്റെ പൊന്നുമോളെ അങ്ങനെ ദേഷ്യം പിടിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ പറയണ്ട. മോള് അവന് മുമ്പില് ഭയങ്കര നല്ല കുട്ടിയായിട്ടും നല്ല സ്നേഹത്തോടൊക്കെ നിൽക്കണം. എങ്കിലല്ലേ എനിക്ക് നന്ദനെ പറഞ്ഞിട്ട് മോൾ ദേഷ്യം തോന്നുള്ളൂ. അങ്ങനെ മോളെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ശരിയമ്മേ, ഞാൻ അങ്ങനെ ചെയ്താമെന്ന് അനാമിക പറഞ്ഞു കേട്ടോ. അങ്ങനെ അനാമികയുടെ അഭിനയേക്കാൾ സ്റ്റാർട്ട് ആവാണ് അടുത്തൊരു വീഡിയോയിൽ നമ്മളതൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ. മിസ്സായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ്